അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ട്രസ്റ്റിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഒരാഴ്ചക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശം. ഷബ്ന വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷബ്ന, പറയാം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭാവന സ്വീകരിച്ചതിൽ വലിയ ക്രമക്കേട് നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയത്. 3 ഹർജികൾ കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുണ്ട്. ഇത് ചില അഭിഭാഷകരടക്കമുള്ളവരാണ് ഇത്തരം ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഏതായാലും കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ ഈ വിഷയം എടുത്തിരിക്കുന്നു. SITയുടെ രൂപീകരണം സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിന് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശം നൽകി. മറുപടി ഒരാഴ്ചക്കകം നൽകാൻ ഇപ്പോൾ ഉത്തരവിട്ടു. തിങ്കളാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഈ ഹർജിയിൽ തന്നെ ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത് ഈ ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് ഇതിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന നിർദ്ദേശം നൽകണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി അത് അംഗീകരിച്ചിരുന്നില്ല. SIT സംസ്ഥാന സർക്കാർ രൂപീകരിച്ച SIT അന്വേഷണം നടക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിനാൽ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടണം. കാരണം ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണമാണ് ആവശ്യം. CBI പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഇതിൽ അന്വേഷണം നടത്തണം. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച SITയുടെ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട നടപടികളും നിയമപരമായ രീതിയിലല്ല എന്ന് ഹർജിക്കാർ ആരോപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണം എന്നൊരാവശ്യം ഉന്നയിക്കുകയുമാണ് ചെയ്തത്. ഏതായാലും ക്ഷേത്രത്തിലെ സംഭാവന സംബന്ധിച്ച് അതിൽ കൃത്രിമം നടന്നു എന്നാണ് ഹർജിക്കാർ ഈ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കാരണം ചില മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ഹർജി കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. സംഭാവന എണ്ണുന്നതിലും അതോടൊപ്പം തന്നെ ഈ സംഭാവന സ്വീകരിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ അഴിമതി നടന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ഭക്തർ നൽകിയ പണം ഏത് രീതിയിലാണ് ചിലവഴിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം വേണം എന്നതായിരുന്നു ആവശ്യം. ഇതിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായത്. ശരി, എന്തായാലും ഒരാഴ്ചക്കകം മറുപടി നൽകാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.